ഫ്രണ്ട്സ്, ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആണ്. സമയം വൈകുന്നേരമായി, അതുകൊണ്ട് തന്നെ ദൂരെയൊന്നുമല്ല. വീടിന്റെ തൊട്ടു മുന്നിൽ ദാ ഒരു കളർഫുൾ ഗേറ്റ് കണ്ടോ? അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്നാ പിന്നെ അതൊന്ന് നോക്കിയിട്ട് വരാം അല്ലേ? ദാ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി. നോക്കൂ, ഇവിടെ എല്ലായിടത്തും കളർഫുള്ളായി ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾക്കൊക്കെ പല നിറത്തിലുള്ള പുള്ളിപ്പുലികളുടെ കോസ്റ്റ്യൂംസ് ആണ്. അല്ല, എന്താ പരിപാടി എന്ന് മനസ്സിലായോ? ഇവിടെ മലയാള മനോരമയുടെ ഹോർത്തൂസ് എന്ന പ്രോഗ്രാം നടക്കാൻ പോകുകയാണ്. ഇത് കാലിക്കറ്റ് ബീച്ചാണ്. ദാ അവിടെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം, വാ. ഇന്നത്തെ മെയിൻ പ്രോഗ്രാം നടക്കുന്നത് അവിടെയാണ്. അതാണ് പുസ്തകശാല. ഹോർത്തൂസിന്റെ ഭാഗമായി മനോരമ സെറ്റ് ചെയ്ത ഈ പുസ്തകശാലയുടെ ഉദ്ഘാടനമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അറിയാമോ? ബാ, കാണിച്ചു തരാം. കണ്ടോ, പല പല ബുക്സിന്റെ കവർ പേജസ് വെച്ചാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായിരിക്കുന്നു ഉദ്ഘാടകൻ, ശ്രീ എം മുകുന്ദൻ സർ. മഴഴി പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിന്റെ വികൃതികൾ, ഡൽഹി, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു തുടങ്ങിയ നിരവധി പുസ്തകങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ കുടിയേറിയ എഴുത്തുകാരനാണ് ശ്രീ എം മുകുന്ദൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തെ വായിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ പൊന്നമ്മയുടെ എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ കണ്ടപ്പോ മനസ്സിലായി ഇത് ചെറിയ പുള്ളിയൊന്നും അല്ലാന്ന്. അറിയിച്ചുകൊള്ളട്ടെ, ഇംഗ്ലീഷിലെ 100ഓളം പ്രസാധകർക്ക് പുറമെ മനോരമ ബുക്സ് ഉൾപ്പെടെ മലയാളത്തിലെ ഏതാണ്ട് എല്ലാ പ്രസാധകരുടെയും പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാകും. പെൻഗ്വിൻ UK, പെൻഗ്വിൻ റാൻഡം ഹൗസ്, ഹാർവർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, ഫേബർ ആൻഡ് ഫേബർ, ഗ്രാൻഡ, ഹാർപ്പർ കോളിൻസ്, പാൻ മാക്മിലൻ, ഇന്ത്യൻ തോട്ട്, രൂപ, ജേക്കോ, പ്രിസം ബുക്സ്, ന്യൂയോർക്ക് റിവ്യൂ തുടങ്ങിയവയാണ് ഇവിടെ എത്തിയ പ്രമുഖ പ്രസാധകരിൽ ചിലത്. ഈ സമൂഹം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ എം മുകുന്ദൻ സാറാണ്. എഴുത്തിന്റെ വഴിയിൽ എക്കാലവും പുതുമകളോട് ചേർന്ന് നിൽക്കുന്ന വായനക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. മോഹിപ്പിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട്, നോവലുകളും കഥകളും കൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മുകുന്ദൻ സാറിനെ സസന്തോഷം, സാഭിമാനം സ്വാഗതം ചെയ്യുന്നു. മനോരമ ഹോർത്തൂസ് പുസ്തകശാലയുടെ ഉദ്ഘാടന വേദിയിലേക്ക്. ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടർ ടോം ജോസഫ് ആണ് പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുക. അഭിമാനത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ വേദിയിലേക്ക്. എഴുത്തുകാരനായി മാറിയ ലിജീഷ് കുമാർ ഇപ്പോൾ വേദിയിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. സ്വാഗതം ആശംസിക്കുന്നതിനായി മനോരമ ബുക്സ് എഡിറ്റർ ഇൻചാർജ് തോമസ് ഡൊമിനിക് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, കോഴിക്കോടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ അംഗീകരിച്ചുകൊണ്ട് മനോരമ നടത്തുന്ന ഈ വലിയൊരു ചടങ്ങിൻ്റെ രാജ്യാന്തര സാംസ്കാരിക സാഹിത്യ കലാ ഉത്സവത്തിൻ്റെ
ആദ്യത്തെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് മൂത്തേട്ടൻ തന്നെ ഈ പുസ്തകശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർവഹിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ മുതൽ എത്ര കഥകളുടെ എഴുത്തുകാരനാണ് മൂന്തേട്ടൻ. മൂന്തേട്ടൻ എവിടെ എത്തിയാലും ആവേശപൂർവ്വം നിങ്ങളൊക്കെ എത്തിച്ചേരും എന്ന് ഞങ്ങൾക്കറിയാം. മൂന്തേട്ടനെ വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് മാത്രമല്ല, അധ്യക്ഷ പ്രസംഗത്തിനായി ജെയിൻ ഡീൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടർ ടോം ജോസഫിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സ്നേഹബഹുമാനപ്പെട്ട മോഹൻദേട്ടൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്ത് ലജീഷ്, പുസ്തക കലാ സാഹിത്യ പ്രേമികളെ, ആസ്വാദകരെ, എല്ലാവർക്കും കൃത്യമായ ഒരു സായാഹ്നം ആദ്യമായി നേരുന്നു. നാടിന് ഒരു ആതിഥേയ സംസ്കാരം, അതിഥികളെ സ്വീകരിക്കുന്ന ഒരു ആതിഥേയ സംസ്കാരം എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നൊരു നാടാണ് കോഴിക്കോട്. ഉറപ്പായിട്ടും കോഴിക്കോട് നിവാസികളെ അല്ലെങ്കിൽ ഈ കോഴിക്കോട്ടുകാർ സന്തോഷത്തോടെ ഇത് കേരളത്തിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുമെന്ന് വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ വലിയൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മളും കോഴിക്കോട്ടേക്ക് വരുന്നത്. ഈ പുസ്തക പ്രദർശനത്തിന്, അതുപോലെ തന്നെ ഹോർത്തൂസിൻ്റെ സാഹിത്യ സംഗമത്തിന്, സാംസ്കാരിക സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വായന മരിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം വായന മരിക്കുന്നില്ല, വായനയുടെ ഫോർമാറ്റുകളാണ് മാറുന്നത്. ഇപ്പോൾ നമ്മൾ പുസ്തകത്താളുകൾ ഇപ്പോൾ ഡിജിറ്റൽ പേജുകളായിട്ടും അല്ലെങ്കിൽ ബ്രൗസിംഗ് ആയിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. വായന ഒരിക്കലും മരിക്കുന്നില്ല. കാരണം നമ്മൾ നേടുന്ന ഫോർമാറ്റ്, അറിവ് നേടുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ കണ്ടുകൊണ്ട് അറിവ് നേടും, വായിച്ചുകൊണ്ട് അറിവ് നേടും, കേട്ടുകൊണ്ട് അറിവ് നേടും. അത് ഏറ്റവും കൂടുതൽ അറിവ് നേടുന്നത് വായിച്ചുകൊണ്ട് അറിവ് നേടുന്നതാണ്. കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എപ്പോഴും നമുക്കറിയാം, നമ്മൾ പുസ്തകം മേടിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഡിവൈസ് ഉപയോഗിക്കുന്നവർ, ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുന്നവരാണ്. കൊടുത്താൽ ഏവരും ഈ ചടങ്ങ് ധന്യമാക്കാൻ ഒരുമിച്ച് ചേർന്ന് ഈ വേദിയെ ധന്യമാക്കാൻ വേണ്ടി പോവുകയാണ്. നമസ്കാരം. വളരെ സന്തോഷത്തോടെയാണ് ഈ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തത്. അതിനെനിക്ക് അവസരം നൽകിയ മലയാള മനോരമയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ സാധാരണ ഈ സ്വർണ്ണക്കഥ ഉദ്ഘാടനത്തിന് പോകാറില്ല, ചിലരൊക്കെ അങ്ങനെ വിളിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ ഓടിച്ചെല്ലുന്നത് പുസ്തകോത്സവങ്ങളുടെ അല്ലെങ്കിൽ പുസ്തകങ്ങളുമായിട്ട് സംബന്ധിക്കുന്ന എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഓടിച്ചെല്ലും. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് വായനക്കാർ, ഒരുപാട് പുസ്തകങ്ങൾ. പിന്നെ ഇത് കോഴിക്കോടാണ്. കോഴിക്കോട് നഗരം എഴുത്തുകാരെ വായിക്കുക മാത്രമല്ല സൃഷ്ടിക്കുകയും ചെയ്യും. കോഴിക്കോട് നഗരം സൃഷ്ടിച്ച ഒരുപാട് എഴുത്തുകാരുണ്ട്. ഞാൻ അവരിൽ ഒരാളാണ്. മയ്യഴിയിലാണ് ജനിച്ചതെങ്കിലും പിന്നെ കോഴിക്കോടാണ് എന്നെ എഴുത്തുകാരനാക്കിയത്. അതുകൊണ്ട് ഏതായാലും ഈ കോഴിക്കോട് നഗരത്തിന്, അതായത് യുനെസ്കോ സാഹിത്യ നഗരിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ കലാ സാഹിത്യ മഹോത്സവമാണ് ഓർത്തോസ്. അപ്പം എനിക്ക് തോന്നുന്നത് മലയാള മനോരമ ഈ നഗരത്തിന് അർപ്പിക്കുന്ന പ്രണാമമാണ് ഈ നഗരത്തിൽ. അങ്ങനെ മലയാള മനോരമ ചെയ്തു, അത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ
സാഹിത്യോത്സവം തുടങ്ങാറായിട്ടില്ല. 2-3 ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ തന്നെ നമ്മൾ അനുരണനങ്ങൾ കാണുന്നുണ്ട് എല്ലായിടത്തും. ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ ഞങ്ങളുടെ മയ്യഴിയിൽ അക്ഷരപ്രയാണം ഉണ്ടായിരുന്നു. ഒരു തിരനോട്ടം പോലെ. അവിടെ ഓരോ സ്ഥലത്തും ഓരോ അക്ഷരമാണ്. ഇപ്പം കണ്ണൂരിൽ ഒരക്ഷരം, പിന്നെ പയ്യന്നൂരിൽ വേറൊരക്ഷരം. അപ്പം മായിക്ക് എൻ്റെ നാട്ടിന് അവർ നൽകിയ അക്ഷരം മാ ആണ്. അപ്പം ഞാൻ വിചാരിച്ചത് മദ്യം ആയിരിക്കും. മാ എന്ന് പറഞ്ഞപ്പോൾ മദ്യമായിരിക്കും. അല്ല, അവർ പറഞ്ഞല്ല, അത് മുഖനേട്ടനാണ് പുസ്തകം. അതിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഈ ഒരു റിസർച്ചിൽ പങ്കെടുത്ത വായനക്കാർ പറഞ്ഞത്, ഇപ്പം ഞങ്ങൾ ഈ ബുക്ക് റീഡറിൽ കിൻഡിലിൽ 100 പുസ്തകങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ ആ പുസ്തകങ്ങളെ കാണുന്നില്ല, ഞങ്ങൾക്ക് തൊടാൻ കഴിയില്ല, മണക്കാൻ കഴിയില്ല. മറിച്ച് 100 പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊരു ലൈബ്രറിയായി. നമ്മുടെ പുസ്തകങ്ങളെ തൊടാം, മണക്കാം, തലോടാം. അപ്പം അതിലേക്ക് ആളുകൾ തിരിച്ചു വരികയാണെന്നാണ് പറഞ്ഞത്. പുസ്തകങ്ങളിലേക്ക് മണക്കുന്ന പുസ്തകം, നമുക്ക് തൊടാവുന്ന പുസ്തകം, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും പറയും ടെക്നോളജി വന്നു അതുകൊണ്ട് ഇനി പുസ്തകത്തിന് നിലനിൽപ്പില്ല എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ പുസ്തകം ടെക്നോളജിയുടെ ഒരു ഉൽപ്പന്നമാണ്. ടെക്നോളജി ഉണ്ടാക്കിയതാണ് പുസ്തകത്തെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടെന്നുള്ളത്. ഇപ്പോഴും പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയയുടെയും അതിൻ്റെയൊക്കെ ഈ ടെക്നോളജിയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് പുസ്തകങ്ങൾക്ക് ചെറിയൊരു ഭീഷണിയുണ്ട്. പക്ഷെ അത് താൽക്കാലികമാണ്. പിന്നെ കടമനിട്ടൊരു ജീവിതവും പിന്നെ ജീവിത സമരങ്ങളും എല്ലാം ഉണ്ട്, പടയണിയുണ്ട്. അപ്പം അങ്ങനെ നല്ല നല്ല പുസ്തകങ്ങൾ വരുന്നുണ്ട്. മറ്റൊരു കൊച്ചു പുസ്തകം എന്നെ ആകർഷിച്ചത് ഉണ്ണിയാറിൻ്റെ 2 കഥകൾ മാത്രമുള്ള ഒരു പുസ്തകം. അത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ 2 കഥകൾ മാത്രമായിട്ടില്ല ഒരു പുസ്തകം. അങ്ങനെ കുറേ പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. ആ പുസ്തകങ്ങൾ കാണാം. അപ്പോൾ മലയാള മനോരമ അങ്ങനെ അക്ഷരങ്ങൾ നകലുന്നില്ല, അക്ഷരങ്ങളുടെ അടുത്തേക്ക് വരികയാണ് കൂടുതൽ. അതായത് ഇതുപോലുള്ള പുസ്തക പ്രസിദ്ധീകരണം ആരംഭിച്ചു. പിന്നെ ഈ ഓക്ടോസ് ഫെസ്റ്റിവൽ ആരംഭിച്ചു. അങ്ങനെ നമുക്ക് ആഘോഷിക്കാം, പുസ്തകങ്ങളെയും വായനയും നമുക്ക് ആഘോഷിക്കാം. നമുക്ക് ഒരുപാട് അസ്വസ്ഥതകളുള്ള ഒരു കാലഘട്ടമാണിത്. ഒരുപാട് അസ്വസ്ഥതകളുണ്ട്, നമുക്ക് സന്തോഷമില്ല, എല്ലാ കാര്യത്തിലും നമ്മൾക്ക് ആശങ്കകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്വത്വത്തെ ഇങ്ങനെ ചിതറിപ്പോകുന്ന സ്വത്വത്തെ ഒന്നിച്ചു നിർത്തുന്നത് വായനയും പുസ്തകവുമാണ്. അതുകൊണ്ട് പുസ്തകം ഒരിക്കലും നമ്മളിൽ നകലാൻ പാടില്ല. ആ ഒരു യാഥാർത്ഥ്യം നമുക്കിവിടെ ആവർത്തിക്കാം. ഈ പുസ്തകോത്സവത്തിൽ ഇനി വരാൻ പോകുന്ന ഈ സാഹിത്യ കല പിന്നെ ഉത്സവത്തിലും. അപ്പോൾ ഇതൊരു പുസ്തകത്തിൻ്റെ ആഘോഷമാണ്, വായനയുടെ ആഘോഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആഘോഷം തന്നെയാണ്. മുകുന്ദൻ സാറിന്റെ സ്പീച്ച് കഴിഞ്ഞതും ഞങ്ങൾ പുറത്തേക്കിറങ്ങി ബീച്ചിലേക്ക് വന്നു. രാത്രിയായിട്ട് ഇവിടെ എത്ര പേരാ! കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടില്ലേ? ബഹുബോനെ കണ്ടപ്പോ കൊക്കോക്ക് സന്തോഷമായി. ഇതാ നോക്ക്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഒരു പൂച്ച. ഇവിടെ കൊച്ചിൻ ബിനാലയുടെ പവലിയൻ ഉണ്ട്. അതിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയില്ലേ? ഇത് വേറൊരു സ്റ്റോളാണ്. നിറയെ ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോൾ കാണാൻ എന്ത് രസല്ലേ? നമ്മൾ ആദ്യം കണ്ട സ്റ്റേജിൽ ഇപ്പോഴും പ്രോഗ്രാം നടക്കുന്നുണ്ട്. പോയി നോക്കാം.
ഗുഡ് ജോബ്. മഴ പെയ്യാൻ തുടങ്ങി. കൊക്കോയ്ക്കാണെങ്കിൽ ചെറിയ കോൾഡ് ഉണ്ട്. അതുകൊണ്ട് മഴ ശക്തിയാവുന്നതിന് മുമ്പേ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഇനി നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ.